ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണാൻ പറ്റിയതിൽ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നോ. നമുക്കിന്ന് ഒരു അടിപൊളി കഥ കേൾക്കാൻ തയ്യാറായാലോ? എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പഴയ മരപ്പെട്ടി കാണുന്നു. ആകാംക്ഷയോടെ നിങ്ങളത് തുറക്കുമ്പോൾ അതിനുള്ളിൽ നിറയെ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ സത്യമുള്ള കഥകളാണ്. നമുക്കതിൽ നിന്ന് ഇന്നത്തെ കഥ എടുക്കാം. എല്ലാവരും തയ്യാറല്ലേ? അപ്പോ നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് പോയാലോ? ഒരു വലിയ കുടുംബത്തിന് താമസിക്കാൻ നല്ലൊരു പുതിയ സ്ഥലം കിട്ടുന്നതിനെക്കുറിച്ചാണിത്. പണ്ടേ യാക്കോബ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അറിയാമോ? ദൈവം യാക്കോബിനെ ഒരുപാട് സ്നേഹിച്ചു. എന്നിട്ട് ദൈവം അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ പേര് കൊടുത്തു, ഇസ്രായേൽ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇസ്രായേൽ. അപ്പോ ഈ ഇസ്രായേലിന്, അതായത് യാക്കോബിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിലൊരാളുടെ പേരായിരുന്നു ജോസഫ്. ഈ ജോസഫ് ഈജിപ്തിലെ രാജാവിലെ ഫറവോൺ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിരുന്നു. ഭയങ്കര ആളായിരുന്നു. ജോസഫ് അവിടെ ഉണ്ടായിരുന്നത് കാരണം അവിടുത്തെ രാജാവ് ഇസ്രായേലിന്റെ ആ വലിയ കുടുംബത്തിന് താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തു. ഗോഷൻ എന്നായിരുന്നു അതിന്റെ പേര്. എന്തൊരു നല്ല സ്ഥലമായിരുന്നെന്നോ! നിറയെ പച്ചപ്പുല്ലും നല്ല തെളിഞ്ഞ വെള്ളവുമൊക്കെയുള്ള ഒരിടം. ദൈവത്തിന്റെ ആളുകൾ അവിടെ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞുപോയി. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ കാര്യങ്ങളൊക്കെ പതുക്കെ മാറാൻ തുടങ്ങി. ജോസഫും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്ന ആ പഴയ രാജാവുമൊക്കെ മരിച്ചുപോയി. വർഷങ്ങൾ ഒരുപാടായില്ലേ? ഇപ്പോ ഈജിപ്റ്റ് ഭരിക്കുന്നത് ആരാണെന്നോ? ജോസഫിനെ കുറിച്ചൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു പുതിയ ഫറവോൻ. ഈ പുതിയ രാജാവ് ഇസ്രായേൽ ജനത്തെ കണ്ടപ്പോൾ അങ്ങ് പേടിച്ചുപോയി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, അയ്യോ, ഇവർ ഒരുപാട് പേരുണ്ടല്ലോ, എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ, ഇവർ നമ്മളെക്കാൾ വലിയ ശക്തന്മാരായി മാറുമല്ലോ. അങ്ങനെ പേടിച്ചിട്ട് ആ പുതിയ രാജാവ് വളരെ മോശമായൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്താണെന്നോ? അദ്ദേഹം ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിയരെ അടിമകളാക്കി മാറ്റി. കഷ്ടം അല്ലേ? അപ്പോ ഇനി കഥയുടെ അടുത്ത ഭാഗം കേൾക്കാം. ഇസ്രായേലിയരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ദൈവം അപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്വന്തമായി ഒരു ഇഷ്ടവുമില്ലാതെ, ഇല്ല എന്ന് പറയാൻ പറ്റാതെ, മറ്റൊരാൾക്കു വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളെയാണ് അടിമകൾ എന്ന് പറയുന്നത്. പാവം ഇസ്രായേല്യർ. അവർക്ക് ദിവസം മുഴുവൻ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് ചെളിയും വൈക്കോലുമൊക്കെ കുഴച്ച് ഇഷ്ടികകൾ ഉണ്ടാക്കേണ്ടി വന്നു. അവർക്കൊരുപാട് ക്ഷീണമായി, മനസ്സിൽ വലിയ സങ്കടവുമായി. എന്തൊരു കഷ്ടമായിരുന്നിരിക്കുമല്ലേ? പക്ഷേ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഇനി പറയാൻ പോകുന്നതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളുണ്ടായിട്ടും ദൈവം അവരെ മറന്നില്ല. അവരുടെ ജീവിതം അത്ര കഠിനമായിരുന്നിട്ടും ദൈവം അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നൊരു അത്ഭുതം നടന്നു. അവരുടെ കുടുംബങ്ങൾ വീണ്ടും വലുതായിക്കൊണ്ടേയിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ദൈവം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കായി ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. കൊള്ളാം. അപ്പോ ഈ അടിപൊളി കഥയിൽ നിന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാ പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ? ഒന്നാമത്തെ കാര്യം, ദൈവം തന്റെ മക്കളെ ഒരിക്കലും മറക്കില്ല. നമ്മൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും ദൈവം നമ്മളെ ഓർക്കും. രണ്ടാമത്തെ കാര്യം, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവം നമ്മളെ സംരക്ഷിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ മോശമായിട്ടാവും തോന്നുന്നത്, പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവത്തിന് എപ്പോഴും നല്ലൊരു പദ്ധതി ഉണ്ടാവും. മിടുക്കന്മാർ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം. എല്ലാവരും റെഡിയല്ലേ? കൂട്ടുകാരെ, ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയോ സങ്കടമോ തോന്നാറുണ്ടോ? ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാറുണ്ടോ? അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു കാര്യം ഓർക്കണം, ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ ഒരിക്കലും മറക്കില്ല. ഇതൊന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. റെഡി? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഓർമ്മയുണ്ടോ? ദൈവം യാക്കോബിന് കൊടുത്ത പുതിയ പേരെന്തായിരുന്നു? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിയേ. അതെ, ഇസ്രായേൽ. കൊള്ളാം, വളരെ മിടുക്കർ. ഓക്കെ, അടുത്ത ചോദ്യം. ആ പാവം ഇസ്രായേലിനെ കൊണ്ട് ആ പുതിയ രാജാവ് എന്താ ഉണ്ടാപ്പിച്ചിരുന്നത്? ഇഷ്ടികൾ. കറക്റ്റ്, ഉത്തരം ശരിയാണ്. കലക്കി. അപ്പോ ഇതാ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് ഉത്തരം പറയണേ. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടും ദൈവം തന്നെ ജനത്തെ മറന്നുകളഞ്ഞോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവം അവരെ മറന്നില്ല. ദൈവം തന്റെ ജനത്തെ ഒരിക്കലും ഒരു കാലത്തും മറക്കുകയില്ല. എപ്പോഴും ഓർക്കുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളെയും ഒരിക്കലും മറക്കില്ല കേട്ടോ.